ഹലോ, ഞങ്ങൾ SHG കട്ട് ഓഫ് എൻട്രി ചെയ്യുകയാണ്. അതിൽ ഞങ്ങൾ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ പേജിൽ എത്തിയിരിക്കുന്നു. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിലെ ആദ്യ ഓപ്ഷൻ ഗ്രൂപ്പ് നിക്ഷേപമാണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ പേജ് ലഭിക്കും. കട്ട് ഓഫ് ഗ്രൂപ്പ് നിക്ഷേപ പേജിലെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു SHG ആയി നടത്തിയ നിക്ഷേപങ്ങൾ നൽകാം. നിക്ഷേപത്തിൽ നിങ്ങൾ CLF എന്നിവ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ബാങ്ക് ഞങ്ങളുടെ SHGയെ ആയി സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നിക്ഷേപതരം ഇവിടെ നിങ്ങൾ സ്വമേധയാ സമ്പാദ്യം, നിർബന്ധിത സമ്പാദ്യം, യിലെ ഓഹരി മൂലധനം അല്ലെങ്കിൽ മറ്റ് സമ്പാദ്യം എന്നിവ തിരഞ്ഞെടുക്കണം. യിലെ നിർബന്ധിത സമ്പാദ്യം നമുക്കെടുക്കാം. ഇതുവരെ ആകെ എത്ര തുക നൽകിയിട്ടുണ്ട്? രൂപീകരണ തീയതി മുതൽ കട്ട് ഓഫ് തീയതി വരെ SHGയിൽ എത്ര സമ്പാദ്യം നൽകിയിട്ടുണ്ട്? നിങ്ങൾ വിശദാംശങ്ങൾ നൽകി സേവ് ചെയ്യണം. ഡാറ്റ വിജയകരമായി സേവ് ചെയ്യപ്പെട്ടു. പ്ലസ് ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. കാരണം ഈ SHGയിലും ഓഹരി മൂലധനം നൽകിയിട്ടുണ്ട്. അതിനാൽ നിക്ഷേപ തരത്തിൽ ഓഹരി മൂലധനം തിരഞ്ഞെടുക്കുക. കൂടാതെ 1000 രൂപ ഓഹരി മൂലധനം SHG നൽകുന്നു. നമ്മൾ അത് സേവ് ചെയ്യും. നമ്മുടെ ഡാറ്റ സേവ് ചെയ്തു. നിക്ഷേപത്തിനുള്ള മറ്റ് ഓപ്ഷനുകൾ നോക്കാം. പ്ലസ് ബട്ടണിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. CLFന് യുടെ അതേ ഓപ്ഷനുകളുണ്ട്. വോളണ്ടറി സേവിങ്സ്, നിർബന്ധിത സേവിങ്സ്, ഷെയർ ക്യാപിറ്റല്, മറ്റ് സേവിങ്സ്. എന്നാൽ നമ്മുടെ SHG എൻട്രികൾ യിൽ നടത്തുന്നു. നിങ്ങൾ അത് CLFൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ചില ഓഹരികളിലായിരിക്കാം. SHG നേരിട്ട് CLFൽ ഓഹരി മൂലധനം നൽകുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എൻട്രി നടത്തണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനുശേഷം ബാങ്ക് ഓപ്ഷൻ നോക്കാം. ബാങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിക്ഷേപ തരത്തിൽ സ്ഥിര നിക്ഷേപത്തിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ SHG ഫിക്സഡ് ഡിപ്പോസിറ്റ് നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം. ഒരു എൻട്രി നടത്തേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളുടെ SHG ഫിക്സഡ് ഡിപ്പോസിറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഓപ്ഷനിലേക്ക് പോയി ഒരു എൻട്രി നടത്താം. നന്ദി.